ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ഓട്സ് പുട്ടും കടലക്കറിയാണ്. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോൾ ഓട്സ് ആണ്. ഇതൊന്ന് നല്ലോണം പൊടിച്ചെടുക്കാം. ഇനി സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ പൊടിച്ച് വെച്ച ഓട്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം നനച്ച് ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു ഓണിയൻ എടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ വലിയ പീസാക്കി തന്നെ ഓണിയന് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ച കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം തിളച്ച് വരട്ടെ. ഇതിൻ്റെ അടുക്ക് തന്നെ നമ്മൾ കുതിർത്ത് വെച്ച ഓട്സ് ഇല്ലേ, അത് ഒന്നുകൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ പൊടിച്ചെടുക്കണം. എന്നിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ച ഉള്ളി മസാലയൊക്കെ ഇല്ല, അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഇനി കടല നല്ല തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മേലെ ഇതുപോലെ വെള്ള പേസ്റ്റ് ഉണ്ടാവും, അത് മുഴുവനും നീക്കാം. അപ്പോൾ ഇത് നീക്കുന്നത് കൊണ്ട് കടല കഴിക്കുമ്പോഴൊക്കെ എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഗ്യാസ് ട്രബിൾ, ആസിഡിറ്റി. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ്. നല്ലോണം തിളപ്പിച്ചാൽ നല്ലോണം പേസ്റ്റ് കിട്ടും. അപ്പോൾ അത് നീക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഈ സ്റ്റൈൽ കടലക്കറി വെക്കുന്നത് ഭയങ്കര ഈസിയല്ലേ, എപ്പോഴും ഇഷ്ടമാണ്. ഇതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി പുട്ടുണ്ടാക്കാം. അതിന് വേണ്ടി ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം, എല്ലാവർക്കും അറിയുന്നതല്ലേ. പിന്നെ നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഓട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ എപ്പോഴും ഉള്ളത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഷേക്ക് ചെയ്യലാണ്, അപ്പോൾ നല്ല ലെവലായി കിട്ടും. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ വിചാരിക്കണ ഓട്സ് ആകുമ്പോൾ പുട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ കടലക്കറി 5-6 വിസിൽ വന്ന് ആ സ്റ്റീമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി ഒന്ന് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുണ്ട്. ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൻമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്താനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.